നടൻ ആസിഫ് അലി. സമൂഹ മാധ്യമങ്ങളുടെ അതിപ്രസരം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. 3 മണിക്കൂർ സിനിമ എന്റർടൈൻമെന്റ് എന്ന നിലയിൽ കാണണം. നേരിട്ട് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്തവർ ഒളിച്ചിരിക്കുന്നു, കല്ലെറിയുന്നു. ന്യായം എവിടെയോ അതിനൊപ്പം നിൽക്കുമെന്നും ആസിഫ് അലി പ്രതികരിച്ചു. എനിക്ക് വിവാദങ്ങളോട് അഡ്രസ്സ് ചെയ്യാൻ താല്പര്യമില്ല. കാര്യം ഇതൊരു ചെറിയ പെരുന്നാളാണ്, ബലി പെരുന്നാളല്ല, എന്നെ ബലി കൊടുക്കരുത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം എന്ന് പറയുമല്ലോ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് നമ്മളൊരു വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് എഴുതി വിടുമ്പോൾ ഉണ്ടാകുന്ന വരും വരായികളെ കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ പറയുന്ന ചില അഭിപ്രായങ്ങൾ, ചില കോമൻസ് ഒരുപാട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം സിനിമയായിട്ട് തന്നെ കാണുക. അത് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അതിൽ എഴുതി കാണിക്കാറുണ്ട് നമുക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് ഇതിന് ബന്ധമില്ലെന്നും ഇത് സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളാണെന്നും എല്ലാം. അപ്പോൾ അതിനെ അങ്ങനെ തന്നെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് പല രീതിയിൽ ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെ എനിക്ക് അറിയില്ല. പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും സിനിമയായിട്ട് കാണുക. ആ 3 മണിക്കൂർ അല്ലെങ്കിൽ ആ 2.5 മണിക്കൂർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമായിട്ട് സിനിമയെ കാണുക. സിനിമയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം വേണമെന്ന് എന്ന് തീരുമാനിക്കാൻ പറ്റുന്നത് നമുക്കാണ്. അപ്പോൾ ആ തീരുമാനം നമ്മുടെ കൈകളിലായിരിക്കണം. അത് സിനിമയായാലും നമ്മുടെ ചുറ്റുപാടുകളായാലും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. ഇല്ല, സോഷ്യൽ മീഡിയയ്ക്ക് ഇപ്പോൾ ലാലേട്ടനോ ഞാനെന്നോ നിങ്ങളെന്നോ ആരുമില്ല. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് എന്താണ്? ഒരാളെ കുറ്റം പറയാൻ 5 or 6 പേര് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സ്ഥിരമായി കാണുന്നത്. അത് സോഷ്യൽ മീഡിയയുടെ ഒരു ട്രെൻഡാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നേരിട്ട് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്ത ആളുകൾക്ക് എപ്പോഴും ചെയ്യുന്നത് ഒളിച്ചിരുന്ന് അഭിപ്രായങ്ങൾ പറയുക, കൂവുക, ഒളിച്ചിരുന്ന് കല്ലെറിയുക എന്ന് പറയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വകഭേദമാണ് പല സമയത്തും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അപ്പോൾ ആളുകളോട് പറയാനുള്ളതും അതാണ്, നമുക്ക് ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. ഇപ്പം സോഷ്യൽ മീഡിയ അറ്റാക്സ് ഒക്കെ ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സോഷ്യൽ മീഡിയ അറ്റാക്ക് എന്ന് പറയുന്നത് അതൊരു പ്രാവശ്യം അനുഭവിച്ച് കഴിഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മളെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് അറിയാവുന്നവരും അറിയാത്തവരുമായ ആളുകൾ കുറ്റം പറയുകയും മോശം പറയുകയും ചെയ്യുമ്പോൾ അവരുടെ ചുറ്റുമുള്ളവരും അവരെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഉണ്ടാകുന്ന വിഷമം എന്താണെന്ന് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയാതിരിക്കുക. ആ പർട്ടിക്കുലർ സിനിമയെ റിലേറ്റഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നത് കൊണ്ടായിരിക്കാം. ഇപ്പം സിനിമയെക്കുറിച്ചുള്ള സംസാരങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സിനിമയുടെ പിന്നണി പ്രവർത്തകരാണ് ഇപ്പോൾ അഭിപ്രായങ്ങളായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ എല്ലാവരും എന്താ ചെയ്യുക, ന്യായം എന്താണെന്ന് നമുക്ക് തോന്നുന്നത് ആരുടെ കൂടെയാണോ അവരുടെ കൂടെ നമ്മൾ നിൽക്കുമല്ലേ നമ്മൾ ശീലിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും നമ്മളുടെ ഇനിയുള്ള പ്രതികരണങ്ങളും എല്ലാ കാലത്തെ പ്രതികരണങ്ങളും. കൂടുതൽ വിവരങ്ങളുമായി ആൽവിൻ തോമസ് ആണ് ചേരുന്നത്. ആൽവിൻ, ആസിഫ് അലി പറഞ്ഞതിൽ സിനിമയെ കാണുക, സിനിമയായി തന്നെ കാണുക, താൻ ന്യായത്തിനൊപ്പമാണ് എന്ന് പറയുന്ന ആ വാക്കുകളാണ് ഏറെ ശ്രദ്ധേയം. അതിലാണ് നിലപാടുള്ളതും. ഈ സിനിമാ മേഖലയിൽ നിന്നും ഈ ഒരു കാര്യത്തിൽ പ്രത്യക്ഷമായ ഒരു അഭിപ്രായമായി ആളുകൾ വരുന്നത് കുറവാണ്. അവിടെയാണ് ആസിഫ് അലി വ്യത്യസ്തനാവുന്നതും. എന്തെല്ലാമാണ് ആസിഫ് അലി പറഞ്ഞത്? അങ്ങനെ തന്നെയാണ് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഈ നടക്കുന്ന പ്രതികരണങ്ങളും അല്ലെങ്കിൽ തർക്കങ്ങളും ഒക്കെ വിഷയങ്ങൾ നമ്മൾ മാധ്യമങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എന്ന നിലയിൽ വന്നിട്ടുള്ളത്. സ്വാഭാവികമായും ഈ മോഹൻലാലിന്റെ ഖേദപ്രകടനത്തിന് ശേഷം യാതൊരു തരത്തിലുള്ള അനക്കവും അല്ലെങ്കിൽ എത്തരത്തിലുള്ള പ്രതികരണങ്ങളും സിനിമാ മേഖലയിൽ നിന്ന് വരുന്നില്ല എന്നുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടതാണ്. പക്ഷെ ആ സ്ഥാനത്താണ് ഇപ്പോൾ ആസിഫ് അലി അദ്ദേഹത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. ന്യായം എവിടെയാണോ അതിനൊപ്പം നിൽക്കും, അത് തുടർന്നും അതങ്ങനെ തന്നെ പറയുകയും ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സിനിമയായി കാണണം എന്നുള്ളതാണ് അദ്ദേഹം ഊന്നി പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സൈബർ ആക്രമണം വല്ലാതെ ഒരാളെ തകർത്ത് കളയും എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. കാര്യം തനിക്ക് മുമ്പ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഒടുവിൽ രമേശ് നാരായണനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ആ വിഷയങ്ങളിലൊക്കെ പോലെയും സൈബർ ആക്രമണത്തിൽ ഒരാൾ തകർന്നു പോകുന്നതിന് വലിയ തോതിൽ ഈ സൈബർ ആക്രമണം ഉണ്ടാകുമ്പോൾ ഒരാൾ തകർന്നു പോകുക അത് സ്വാഭാവികമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ അഭിപ്രായം നേരെ പറയാൻ കഴിയാത്തവർ ഒളിച്ചിരുന്ന് കല്ലെറിയുന്ന ഒരു രീതിയാണ് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന അതിപ്രസരം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത്. 3 മണിക്കൂർ സിനിമയെ അത് എന്റർടൈൻമെന്റ് എന്ന നിലയിൽ മാത്രം കാണുക, സിനിമയെ കാണുക, സിനിമ എത്രത്തോളം സ്വാധീനിക്കണം എന്നത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഈ എമ്പുരാനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള മറുപടി പറഞ്ഞിട്ടുള്ളത്. നേരിട്ട് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്തവരാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലുള്ള
അഭിപ്രായങ്ങൾ കൂട്ടമായി പങ്കുവയ്ക്കുകയും 2-3 പേർ പങ്കുവെച്ച് പിന്നീട് അതിന് സപ്പോർട്ടായി നിന്ന് പലപ്പോഴും ന്യായമല്ലാത്ത കാര്യങ്ങൾക്ക് ഒന്നിച്ചു കൂടുന്ന ഒരു വലിയ ജനക്കൂട്ടം ഈ സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും. അത്തരത്തിലുള്ള ചില ആക്രമണങ്ങൾ പലർക്കും അത് വേദനയുണ്ടാക്കും, പലർക്കും അത് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമാകും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മോഹൻലാലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എവിടെയാണോ ന്യായം അവിടെ അതിനോടൊപ്പം നിലനിൽക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് തുടർന്നും അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളായിരിക്കും തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നുള്ളതും പറയുന്നുണ്ട്. താൻ ഇതൊരു ആൽവിൻ, സിനിമയെ സിനിമയായി കാണണമെന്നാണ് നടൻ ആസിഫ് അലി പറയുന്നത്. താൻ ന്യായത്തിനൊപ്പമാണ് നിൽക്കേണ്ടതെന്നും പറയുന്നു. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉള്ള അല്ലെങ്കിൽ സൈബർ ആക്രമണങ്ങൾക്കെതിരെയൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുമുണ്ട്.